കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ താൻ ഉണ്ടാക്കിയതെല്ലാം നോക്കി അത് എത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന്. നമുക്കറിയാം, ഏദെൻ തോട്ടം വളരെ കർത്താവ് തൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ വളരെ ഭംഗിയായിട്ടാണ് അത് നിർമ്മിച്ചത്. എന്ന് പറഞ്ഞാൽ അതിലെ പൂക്കൾ, മരങ്ങൾ, ചെടികൾ, അതേപോലെ തന്നെ പല വക മൃഗജാലങ്ങൾ, പക്ഷികൾ, പാഞ്ഞൊഴുകുന്ന ശുദ്ധമായ നദികൾ. അപ്പോൾ ഇങ്ങനെ പലതും നോക്കിയാണ് ദൈവം ചെയ്തത്. ഭംഗിയുള്ളതും തന്നെയാണ്. പക്ഷെ അവിടെ ഈ ഒരു പ്രകൃതിക്ക് ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നിട്ടും ആ ഒരു ഏദെൻ തോട്ടത്തെ മഹത്വപൂർണ്ണമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ അതിനെ ഏറ്റവും ഭംഗിയേറിയതായി മാറ്റിയത് അവിടെയുള്ള പ്രകൃതിയോ അല്ലെങ്കിൽ അവിടെയുള്ള മൃഗജാലങ്ങളോ വൃക്ഷങ്ങളോ ചെടികളോ ഒന്നുമല്ല. പക്ഷെ ദൈവം എല്ലാ ദിവസവും ആ ഏദെൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. മനുഷ്യനോട് സംസാരിക്കുമായിരുന്നു, ഇടപഴകുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഏദെൻ തോട്ടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ വരവാണ്. ആ ഒരു തോട്ടത്തെ ഏറ്റവും പ്രസന്നതമാക്കി മാറ്റിയത് അതൊന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും, എന്തു തന്നെ നാം സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും, എത്ര തന്നെ നമുക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഒരു ദൈവം ഇറങ്ങി വരുന്ന ഒരു ഭവനമാണോ, അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന ഒരു ജീവിതമാണോ, ദൈവമാണോ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അതാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നമ്മെ ഭംഗിയാക്കി മാറ്റുന്നത്, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമായി മാറ്റുന്നത്. അല്ലാതെ കുറച്ച് ആட்களോ കുറച്ച് പണമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നുമല്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ നടത്തിപ്പിനായി നാം ദിനംപ്രതി കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ലോകയാത്ര മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിയ സ്വർഗസ്ഥ പിതാവേ, ഇത്രത്തോളം നീ നടത്തി വന്ന കൃപയ്ക്കാൾ നന്ദി കർത്താവേ. ഈ ലോകത്തിൽ കർത്താവ് എന്ത് തന്നെ ഉണ്ടെങ്കിലും കർത്താവേ, അങ്ങ് കൂടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതാണ് ഞങ്ങളെ ഏറ്റവും ഭംഗിയേറിയ ഇതാക്കി മാറ്റുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. കർത്താവെ, ശ്രേഷ്ഠമായ നിലയിൽ ഉയർന്നു വന്നിട്ടും ദൈവം തങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും കൊണ്ട് താന്ന് ആ ഒരു ഏദെൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവമഹത്വത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ പറ്റാതെ ആരെങ്കിലും മാറിപ്പോയി നിൽക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവെ, അവരെ യഥാസ്ഥാനപ്പെടുത്തി അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ കണക്കിന് അവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.